സീരിയൽ താരം സിദ്ധാർത്ഥ് വേണുഗോപാൽ ഓർമ്മയായിട്ട് 5 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. സിദ്ധാർത്ഥ് ക്യാൻസർ രോഗബാധിതനെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു. കാരണം സഹപ്രവർത്തകർ പോലും നടന്റെ രോഗത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. 2 വർഷങ്ങൾക്ക് മുമ്പാണ് സിദ്ധാർത്ഥിന് രോഗം കണ്ടെത്തുന്നത്. അന്നു മുതൽ ചികിത്സ തുടങ്ങിയിരുന്നെങ്കിലും രോഗത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാൻ സിദ്ധാർത്ഥ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. എപ്പോഴും ഊർജ്ജസ്വലനായി ചിരിച്ച മുഖത്തോടെ മാത്രമേ അവസാന നാളുകളിൽ പോലും സിദ്ധാർത്ഥിനെ എല്ലാവരും കണ്ടിട്ടുള്ളൂ. പഴയ ജീവിതത്തിലേക്ക് മടങ്ങി എത്തുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു സിദ്ധാർത്ഥും കൂടെയുള്ളവരും. ഇതുതന്നെയാണ് ഇപ്പോൾ എല്ലാവരും വേദനയോടെ ഓർക്കുന്നത്. സീമാജി നായർ പങ്കിട്ട പുതിയ പോസ്റ്റിൽ സിദ്ധാർത്ഥിനെ കുറിച്ച് വളരെ വേദനയോടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സിദ്ധു, നീ പോയിട്ട് ഇന്നേക്ക് 5-ാം നാൾ. എത്രയോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കി വച്ചാണ് നീ യാത്രയായത്. അവസാന നിമിഷങ്ങളും നീ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിച്ചു. നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. ഇന്നലെ ഐവർ മഠത്തിൽ നിന്റെ അസ്ഥികൾ എടുത്തു വെക്കാൻ ചെന്നപ്പോൾ നിന്നെ ദഹിപ്പിച്ചതിന്റെ തൊട്ടടുത്ത് മറ്റൊരു മൃതശരീരം ദഹിപ്പിക്കാൻ കൊണ്ടുവന്നു. 30 വയസ്സുള്ള ഒരു പയ്യന്റേതായിരുന്നു അത്. അവൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. ഒരിടത്ത് ജീവിക്കാൻ അത്രയേറെ കൊതിച്ചിട്ടും മരണം പിടിച്ചുപറിച്ചു പോയ ജീവിതം. തൊട്ടടുത്ത് ജീവിതം ബാക്കിയുണ്ടായിട്ടും സ്വയം അത് തീർത്തു കളയുന്ന ചിലർ. വളരെയധികം വേദന നിറഞ്ഞതും ചിന്തിപ്പിക്കുന്നതുമാണ് സീമാജി നായരുടെ ഇങ്ങനെയൊരു പോസ്റ്റ്.